വാട്സാപ്പിൽ വരുന്ന കുറിപ്പുകൾ ചിലത് വായിക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട് അല്ലേ? അത്തരത്തിലുള്ള ഒരു കുറിപ്പ് എത്ര കാലം മുൻപ് എഴുതിയതാണ് എന്ന് അറിയില്ല, ആരാണ് എഴുതിയത് എന്നറിയില്ല. പക്ഷെ വായിക്കുമ്പോൾ ഒരു നല്ല കുറിപ്പായി തോന്നി. അത് ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് 100 പേർക്ക് അയക്കും എന്ന ഒരു സെൻറ്റൻസോട് കൂടിയാണ് ഈ കുറിപ്പ് തുടങ്ങുന്നത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. പക്ഷെ നല്ലൊരു കുറിപ്പാണ്. മഹാത്മാ ബുദ്ധൻ വിവാഹിതനായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ച് സത്യം തേടിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏകാന്ത ജീവിതം നയിച്ചു. ഭാര്യയുടെ പേര് യശോധര എന്നായിരുന്നു. മഹാവീരസ്വാമിയും വിവാഹിതനായി. എന്നിരുന്നാലും അദ്ദേഹവും ഭാര്യയെ ഉപേക്ഷിച്ച് സന്യാസിയായി. ഭാര്യ ഏകാന്ത ജീവിതം നയിച്ചു. ഭാര്യയുടെ പേര് യശോദ എന്നായിരുന്നു. ഇനി മൂന്നാമത് പറയുന്നത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. മോദിയും വിവാഹിതനായി. എന്നിരുന്നാലും അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ച് രാജ്യസേവനത്തിനായി ജീവിതം സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഏകാന്ത ജീവിതം നയിക്കുന്നു. ഭാര്യയുടെ പേര് യശോദാബെൻ എന്നാണ്. യശോധര, യശോദ, യശോദാബെൻ. മഹാത്മാ ബുദ്ധൻ, മഹാവീരൻ, മോദി.